കുർബാനയെ ഐക്യത്തിന്റെ അടയാളമായി കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഏകീകരണത്തിന്റെ പേരിൽ വിഭജനത്തിന്റെ ചിഹ്നമാക്കി മാറ്റുന്നത് ആരുടെ പരാജയമാണ്? വിശ്വാസികളുടെയാണോ അതോ സഭയ്ക്ക് നേതൃത്വം നൽകുന്നവരാണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കും. സഭയിലെ ഏകീകരണം നിർബന്ധത്തിലൂടെ അല്ല, സംവാദത്തിലൂടെയും സഹമതത്തിലൂടെയും വളരേണ്ടതാണ്. അതാണ് കാലാകാലങ്ങളായി സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം അത് ഐക്യം ഉണ്ടാക്കുകയല്ല, മറിച്ച് സഭയുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കും. സഭയുടെ സൗന്ദര്യം ഏകസ്വരതയിലല്ല, വൈവിധ്യങ്ങളുടെ ഐക്യത്തിലാണ്. കൂട്ടായ്മയിലും സഹവർത്തിത്വത്തിലുമാണ് കത്തോലിക്ക സഭയുടെ ആത്മാവ് ശ്വസിക്കുന്നത്. എന്നാൽ സീറോ മലബാർ സഭയിൽ കുർബാനയുടെ പേരിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഏകീകരണം യഥാർത്ഥത്തിൽ എന്താണ് സൃഷ്ടിച്ചു കൊടുത്തത്? ഐക്യമോ അതോ ഭിന്നതയും വെറുപ്പും അവിശ്വാസവും മാത്രമാണ്? സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ സാക്രോസാന്റം കോൺസിലിയം 37 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ലിറ്റർജിയിൽ സഭ ഒരിക്കലും കടുത്ത ഏകസ്വരത ആവശ്യപ്പെടുന്നില്ല എന്ന്. ഇത്രയും സുതാര്യമായ ദിശാനിർദ്ദേശം ഉണ്ടായിരിക്കെ സീറോ മലബാർ സഭയിൽ ഒരു പ്രത്യേക മാതൃകയെ ഏകമാർഗമായി ഉയർത്തിക്കാട്ടി അത് അംഗീകരിക്കാത്തവരെ അനുസരണക്കേടുകരായി ചിത്രീകരിക്കുന്നത് എപ്പോഴെന്തിനാണ്? ഇത് ലിറ്റർജിയുടെ ആത്മാവിനോടുള്ള വിശ്വസ്തതയാണോ അതോ അധികാരബോധത്തിന്റെ ഹുങ്കാണോ, പ്രകടനമാണോ, അതോ പച്ച മലയാളത്തിൽ പറഞ്ഞത് അഹങ്കാരം? കുർബാന, ഏകീകൃത കുർബാന അത് ഐക്യത്തിന്റെ അടയാളമാണ്. അത് വിഭജനത്തിന്റെ ആയുധമാക്കുമ്പോൾ പ്രശ്നം കുർബാനയിലല്ല, അതിനെ ആ വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന മനോഭാവത്തിലാണ്. സഭയുടെ ചരിത്രം മുഴുവൻ നോക്കിയാൽ തന്നെ വിവിധ ആചാര രീതികളും ആവിഷ്കാര ശൈലികളും നിലനിന്നിട്ടുണ്ട്. റോമൻ സഭയിൽ പോലും പലവിധ ലിറ്റർജിക്കൽ ആചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നും തുടരുന്നു. അങ്ങനെ ആയിരിക്കെ സീറോ മലബാർ സഭയിൽ മാത്രം ഒരു രൂപം, ഒരേ ഒരു രീതിയെ സാധൂകരിക്കുക എന്ന ആ കടുത്ത നിലപാട് എന്തിന്റെ പേരിലാണ്? എന്തിനാണ് ജനാഭിമുഖ കുർബാന നിങ്ങൾ ഇങ്ങനെ കടുത്ത രീതിയിൽ നിർബന്ധം പിടിക്കുന്നത്? ഏകീകരണം എന്ന പേരിൽ നടപ്പാക്കിയതൊന്നും യഥാർത്ഥ ഐക്യം സൃഷ്ടിച്ചിട്ടില്ല. ധാരണകളൊന്നും പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. പകരം അത് വിശ്വാസികളിൽ ഭയം വളർത്തുകയാണ്, വൈദികരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്, സമൂഹത്തിൽ കയ്പും ധ്രുവീകരണവും വിതറുകയാണ്. ഇത് ഐക്യത്തിന്റെ ഉദാഹരണമല്ല, ഉത്തരമല്ല, മറിച്ച് അധികാരപരമായ അടിച്ചമർത്തലിന്റെ ഫലമാണ്. മെത്രാന്മാരും വിമത വൈദികരും ഇതാണ് ഒഴിവാക്കേണ്ടത്. സാക്രോസാന്റം കൗൺസിലിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നും കൂടിയുണ്ട്, ലിറ്റർജി ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങളുടെ സംസ്കാരത്തോടും ആത്മീയ അനുഭവത്തോടും ചേർന്ന് വളരേണ്ടതാണ്. അവിടെ ഐക്യം എന്നത് ഏകസ്വരതയല്ല, പരസ്പര ബഹുമാനത്തിലും സ്വീകരണത്തിലുമുള്ള കൂട്ടായ്മ. അതൊന്നും മനസ്സിലാക്കാതെ സിനഡ് ചേരുന്നു, മെത്രാൻ കൗൺസിൽ ചേരുന്നു, വിമത വൈദികർ അനൗദ്യോഗികമായി ചേരുന്നു. എന്തിനിങ്ങനെ ചേർന്നിട്ട് വിശ്വാസിക്ക് എന്ത് ഗുണം? വേണ്ടത് സഭയുടെ നട്ടല് ഉയർത്തിപ്പിടിക്കുകയാണ്.